ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അയ്യോ ദൈവമേ, ചോദിച്ചു. നീ എന്താ ഇവിടെ? കണിമംഗലത്ത് നിന്ന് തല്ലി ഇറക്കി വിട്ടതല്ലേ നിന്നെ? വിശന്ന് ചാകാറായപ്പോ നിന്നെ നിന്റെ മോനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തിയിട്ട. എന്നിട്ട് എങ്ങനെയാടി നിനക്ക് ഇതിനകത്തൊന്ന് താമസിക്കാൻ ധൈര്യം കിട്ടിയത്? ഇവളായിട്ട് വന്ന് താമസിച്ചതാവില്ല പത്മിനി. കൽപ്പന തന്നെയാ ഇതിന്റെ പിറകില്. ചെറിയമ്മേ, കഴിക്കാനിരുന്ന സ്ഥലത്ത് നിന്നും ഉരുള കൈന്നിട്ട് എഴുന്നേറ്റപ്പോ വേദനിച്ചു അല്ലേ? ഇതുപോലെയാ കഴിഞ്ഞ ദിവസം എന്റെ അച്ഛന്റെ അമ്മയുടെ മനസ്സ് നിങ്ങൾ വേദനിപ്പിച്ചത്. കാലത്തിന് ചില കണക്കുകളുണ്ട്. നിങ്ങൾ എത്ര മിടുക്കന്മാരാകാൻ നോക്കിയാലും കാലം തിരിച്ചടിക്കും. അതാ ഇപ്പൊ കണ്ടത്. ഇനി ഈ പരിസരത്ത് കണ്ട പരമേശ്വരേട്ടനോടോ വരുണിനോടല്ല ഞാൻ പറയാ, പോലീസിലാ. കണിമംഗലം കൊള്ളയടിച്ച ഒരുത്തി വീണ്ടും കണിമംഗലത്തേക്ക് കയറുന്നു എന്ന് പറഞ്ഞാ പോകാം നിനക്ക് നിന്റെ ഭർത്താവിന്റെ കൂടെ. മനസ്സിലായടി? ഞാൻ പോവാം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും സംസാരിക്കുന്നത് ഇവൾക്ക് വേണ്ടിയാ. ഇതിനെല്ലാത്തിനും കാരണം ഇവളാ. ഇവളോട് പ്രതികാരം ചെയ്യാതെ ഉർവശി അടങ്ങിയിരിക്കില്ല. ഉർവശി അവിടെ നിന്നേ. ഇറങ്ങി പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഈ നടത്തിയ വെല്ലുവിളിയുണ്ടല്ലോ രാധികമ്മൾക്കെതിരെ, അതിന്റെ പേരിൽ വീട് വിട്ട നിന്റെ മകനെ കൊണ്ടോ ജയിലിൽ കിടക്കുന്ന നിന്റെ ഭർത്താവിനെ കൊണ്ടോ രാധികമ്മൾക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ച ഉർവശി, പിന്നെ നീ ഇതുപോലെ ഇരുന്ന് ഉണ്ണില്ല, കിടന്നേ വെള്ളം ഇറക്കും. പോടി അവിടുന്ന്.